എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. എൻ്റെ പേര് ആയിഷ അസ്രീൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കൃത്രിമ ബുദ്ധിയെക്കുറിച്ചാണ്. ഇംഗ്ലീഷിൽ അതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI എന്നും പറയാറുണ്ട്. കൃത്രിമ ബുദ്ധി എന്നത് യന്ത്രങ്ങൾക്കും കമ്പ്യൂട്ടറുകൾക്കും മനുഷ്യരെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും അത് നമ്മെ സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കൃത്രിമ ബുദ്ധി വളരെ പ്രധാനപ്പെട്ടതായി മാറിയിട്ടുണ്ട്. നമ്മൾ മൊബൈൽ ഫോണിൽ ശബ്ദം ഉപയോഗിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നതും കൃത്രിമ ബുദ്ധിയാണ്. നമ്മൾ മൊബൈൽ ഫോണിൽ വീഡിയോ കാണുമ്പോൾ അടുത്ത വീഡിയോ പറയുന്നതും കൃത്രിമ ബുദ്ധിയാണ്. കൃത്രിമ ബുദ്ധി പഠിക്കാൻ വളരെയധികം സഹായിക്കുന്നു. ഓൺലൈൻ ക്ലാസുകൾ, പഠന ആപ്പുകൾ, ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്ന ആപ്പുകൾ ഇവയെല്ലാം കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ആശുപത്രികളിൽ ഡോക്ടർമാർ അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതും കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചാണ്. സ്കൂളുകളിൽ കൃത്രിമ ബുദ്ധി വളരെ വേഗത്തിൽ പഠിക്കാൻ സഹായിക്കുന്നു, ആനന്ദകരവുമാക്കുന്നു. എങ്കിലും കുട്ടികളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതിരിക്കുന്നു. കൃത്രിമ ബുദ്ധിക്ക് മനുഷ്യരെ പോലെ ഹൃദയമില്ല, സ്നേഹമില്ല, കരുണയില്ല. മനുഷ്യർക്കാണ് ചിന്തിക്കാനും ചീത്തതും നല്ലതും തിരിച്ചറിയാനും കഴിവുള്ളത്. അതുകൊണ്ട് കൃത്രിമ ബുദ്ധി നമ്മുടെ സഹായിയാണ്, നമ്മളുടെ പകരക്കാരനല്ല. കൃത്രിമ ബുദ്ധി നല്ലതിനായി ഉപയോഗിക്കാം, പഠിക്കാനും പുതിയ കാര്യങ്ങൾ അറിയാനും. മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും കൂടുതൽ ബന്ധപ്പെടരുത്. നമ്മൾ കുട്ടികളോട് കളിക്കണം, വായിക്കണം, മാതാപിതാക്കളോടും കുട്ടികളോടും സംസാരിക്കണം. നമ്മൾ തന്നെയാണ് ഭാവിയിലെ ശാസ്ത്രജ്ഞർ, ഭാവിയിലെ അധ്യാപകർ, ഭാവിയിലെ നേതാക്കൾ. നമ്മൾ നല്ല മനസ്സോടെയും നല്ല അറിവോടെയും മുന്നോട്ട് പോകണം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, കൃത്രിമ ബുദ്ധി നല്ലത്, ശരിയായ ഉപയോഗം മികച്ചത്. ഇതോടെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.